നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തിന് ഡിജിറ്റൽ RC ബുക്കുകൾ 2025 മാർച്ച് 1 മുതൽ ഡിജിറ്റൽ RC ബുക്കുകൾ ലഭ്യമായി തുടങ്ങും. മോട്ടോർ വാഹന വകുപ്പ് ആധുനികവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഈ നടപടി. RC ബുക്ക് പ്രിന്റ് എടുത്ത് നൽകുന്നതിന് പകരം ഇനി ഡിജിറ്റൽ ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും. ഓരോ വാഹന ഉടമയും ശ്രദ്ധിക്കേണ്ട ഒരുപടി കാര്യങ്ങളുണ്ട്. വാഹനം വാങ്ങി ഇനി മണിക്കൂറുകൾക്കുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി പരിവാഹൻ വെബ്സൈറ്റിൽ നിന്ന് RC ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. എല്ലാ വാഹന ഉടമകളും RC ബുക്ക് ആധാറിൽ കൊടുത്ത മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിക്കണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു. ഫെബ്രുവരി 28 മുൻപായി ഇക്കാര്യം ചെയ്തിരിക്കണം. ഉടമസ്ഥാവകാശം മാറ്റൽ, ഹൈപ്പോത്തിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് ഇത് ഉപയോഗപ്പെടും. ആധാർ കാർഡിലെ മൊബൈൽ നമ്പറുമായി RC ബുക്ക് ബന്ധപ്പെടുത്തിയില്ലെങ്കിൽ ഉടമയുടെ അനുവാദം കൂടാതെ ആർക്ക് വേണമെങ്കിലും വിവരങ്ങൾ മാറ്റാൻ കഴിയും. ആധാറിൽ കൊടുത്ത മൊബൈൽ നമ്പറുമായി ബന്ധപ്പെടുത്തിയാൽ വാഹന ഉടമയ്ക്ക് ലഭിക്കുന്ന OTP ഉപയോഗിച്ച് മാത്രമേ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഇനി നടത്താൻ കഴിയുകയുള്ളൂ. ഈ മാസം തന്നെ എല്ലാ വാഹന ഉടമകളും RCയും ഫോൺ നമ്പറും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ ഫോൺ നമ്പറുകളാണ് നൽകേണ്ടത് എന്ന് ഗതാഗത കമ്മീഷണർ H. നാഗരാജു പറഞ്ഞു. സ്വന്തമായോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാഹനം വാങ്ങി 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇനി വെബ്സൈറ്റിൽ നിന്ന് RC ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ കഴിയും. മോട്ടോർ വാഹന വകുപ്പിൽ നിന്ന് നേരത്തെ RC ബുക്കുകൾ കിട്ടാൻ മാസങ്ങൾ വൈകുന്നുവെന്ന പരാതി നിലനിന്നിരുന്നു. അക്ഷയ കേന്ദ്രത്തിൽ നിന്ന് ഗുണഭോക്താക്കൾക്ക് ഇപ്പോൾ RCയുടെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് പുതിയ നടപടിയിലൂടെ. ഏതു വലിപ്പത്തിലും പ്രിന്റ് എടുക്കാൻ കഴിയും. നേരത്തെ RC ബുക്ക് കാർഡ് രൂപത്തിൽ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ കാർഡ് പ്രിന്റ് ചെയ്യുന്നതിന് കരാറെടുത്ത കമ്പനിക്ക് വൻതുക കുടിശ്ശിക വന്നു. ഇതിനെ തുടർന്ന് കാർഡ് വിതരണം നിലച്ചിരുന്നു. RCയിൽ ബാങ്ക് ബാധ്യതകൾ സംബന്ധിച്ച വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഡിജിറ്റലൈസേഷൻ ചില തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന വാദം ആദ്യം ചിലർ ഉയർത്തി. എന്നാൽ ഇതു സംബന്ധിച്ച് നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്റർ അധികൃതരുമായി മന്ത്രി ചർച്ച നടത്തിയതിനെ തുടർന്ന് ഡിജിറ്റൽ രൂപത്തിലുള്ള കാർഡിലും ബാങ്ക് ഹൈപ്പോത്തിക്കേഷൻ രേഖപ്പെടുത്താനുള്ള നടപടികൾ ചെയ്യാൻ കഴിയും. ഇതോടെ നിലവിൽ നിലനിൽക്കുന്ന കാർഡ് വിതരണം ഇല്ലാതാകും. ശക്തമായ പരിഷ്കരണങ്ങളാണ് ഗതാഗത വകുപ്പിൽ വരുത്തുന്നത് എന്ന് ഗണേഷ് കുമാർ പറയുന്നു. ഗതാഗത വകുപ്പിന് കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ മുന്നിലെത്തുന്ന ഫയലുകളിൽ 5 ദിവസത്തിനകം തീർപ്പാക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. മതിയായ കാരണങ്ങളില്ലാതെ സെക്ഷനുകളിൽ ഒരു ഉദ്യോഗസ്ഥൻ പോലും ഒറ്റ ഫയൽ പോലും തടഞ്ഞുവെക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഉദ്യോഗസ്ഥനെതിരെ സ്ഥലം മാറ്റമടക്കമുള്ള കർശന ശിക്ഷാ നടപടികൾ കൈക്കൊള്ളുമെന്നും മന്ത്രി പറഞ്ഞു. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ ജില്ല നോക്കാതെ ഉദ്യോഗസ്ഥർക്ക് തുല്യമായി വീതിച്ചു നൽകുമെന്നും മന്ത്രി വിശദീകരിച്ചു. 5 ദിവസ തീരുമാനത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ 2 ജില്ലകൾക്കപ്പുറത്തേക്ക് സ്ഥലം മാറ്റും. നേരത്തെ ഡ്രൈവിംഗ് ലൈസൻസിന് പിന്നാലെ വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകളും ഡിജിറ്റൽ രൂപത്തിലാക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. അതിനുവേണ്ട മാറ്റങ്ങൾ സോഫ്റ്റ്വെയറിൽ വരുത്തുമെന്ന സർക്കാരിൻ്റെ പ്രഖ്യാപനം. ഇപ്പോഴിതാ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി മാർച്ച് 1 മുതൽ ഇനി ഡിജിറ്റൽ RC ബുക്കുകൾ. ലൈസൻസുകൾ ഇതിനകം തന്നെ പൂർണ്ണമായി ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. തിരിച്ചറിയൽ രേഖയായി ലൈസൻസ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പണമടച്ചാൽ കാർഡ് നൽകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി നേരത്തെ അറിയിച്ചു. ഡ്രൈവിംഗ് ലൈസൻസ്, RC ബുക്ക് എന്നിവയുടെ പ്രിന്റിംഗ് മുടങ്ങിയതിനെ തുടർന്നാണ് ഡിജിറ്റൽ പ്രഖ്യാപനം സർക്കാർ നടത്തിയത്. എന്നാൽ ഇപ്പോൾ ഇത് ജനത്തിനേറെ പ്രയോജനകരമാകും എന്ന സ്ഥിതിയിലാണ്. ഡിജിറ്റൽ പകർപ്പിന് അസലിന്റെ സാധുത നൽകി കേന്ദ്ര സർക്കാർ വിജ്ഞാപനവും ഇറക്കിയിരുന്നു. ഇത് അടിസ്ഥാനമാക്കി സംസ്ഥാനത്തും ഉത്തരവിറക്കി. 2023 ഒക്ടോബറിലാണ് RC ബുക്ക് സ്മാർട്ട് കാർഡ് മാതൃകയിലേക്ക് മാറ്റിയത്. എന്നാൽ ഇതിൽ ഇടനിലക്കാരുടെ കൈകടത്തലുകൾ. മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലെ വലിയൊരു ജോലിഭാരം RC പെഡ്ജി കാർഡ് മാതൃകയിലേക്ക് മാറുന്നതോടെ കുറയുമെന്നായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ലാമിനേറ്റഡ് കാർഡുകൾ തയ്യാറാക്കാനും തപാലിൽ അയക്കാനും നിയോഗിച്ച ജീവനക്കാരെ മറ്റു ജോലികളിലേക്ക് ഇനി വിന്യസിക്കാൻ കഴിയും. മാർച്ച് 1 മുതൽ RC ബുക്കുകൾ ഡിജിറ്റലാകുന്നതിന് മുന്നോടിയായി പ്രത്യേക നിർദ്ദേശങ്ങൾ ഗതാഗത വകുപ്പ് നൽകുന്നുണ്ട്. ഫെബ്രുവരി മാസത്തിനുള്ളിൽ എല്ലാ വാഹന ഉടമകളും RC ബുക്കുമായി ഫോൺ നമ്പറുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. വാഹനങ്ങൾ കൈമാറ്റം ചെയ്തതിന് ശേഷവും RC ബുക്കുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന നമ്പർ മാറ്റാത്ത സാഹചര്യമുണ്ടെന്നും
ഇത് ഒഴിവാക്കാനായി വാഹന ഉടമകൾ ഈ മാസം തന്നെ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്നുമാണ് സർക്കാരിന്റെ നിർദ്ദേശം. ഇനി വാഹനങ്ങളുടെ RC ബുക്ക് ഡിജിറ്റൽ രൂപത്തിൽ. അതാണ് ഗവൺമെന്റിന്റെ ഏറ്റവും പുതിയ പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.